പല സുഹൃത്തുക്കളെ ഇന്ന് പറയാൻ പോകുന്നത് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറ് പോക്കറ്റടിക്കാരനും കള്ളനായിട്ടും അഭിനയിച്ച കുറച്ച് സിനിമകളെ കുറിച്ച്. അതിലൊന്നാണ് പഴയ പടം കനകച്ചിലങ്കയിൽ നസീർ സാർ ചെറുപ്പത്തിലെ നാട് വിട്ടു പോയിട്ട് പിന്നെ പോക്കറ്റടിക്കാരനായി മാറി. പിന്നെ പഠിച്ച കള്ളൻ, അതും പഴയ പടം, രാമകൃഷ്ണൻ നായർ ഡയറക്ടർ. പഠിച്ച കള്ളൻ നസീർ സാറ് പോക്കറ്റടിക്കാരൻ. പിന്നെ നസീർ സാറിൻ്റെ ഒരു പടമാണ് പിക്ക് പോക്കറ്റ്, അതിൽ ഫുൾ ടൈം പോക്കറ്റടിക്കാരനായിട്ട്. പിന്നെ സീമന്തപുത്രയിൽ നസീർ സാർ ചെറുപ്പത്തിൽ അനാഥനാണ്. പിന്നെ ഒരു വലിയൊരു പോക്കറ്റടിക്കാരനായി GK പിള്ള നസീർ സാറിനെ കൊണ്ട് ചെറുപ്പത്തിലെ പോക്കറ്റടിക്കാൻ പഠിപ്പിച്ചിട്ട് പിന്നെ വലിയൊരു പോക്കറ്റടിക്കാരനായി മാറും. പിന്നീട് കൊള്ളസംഘത്തിലേക്ക് പോകും. പിന്നെ ഒരു പടം ഇൻസ്പെക്ടറിൽ നസീർ സാർ കൊള്ളസംഘത്തിലാണ്. അതായത് നസീർ സാറിൻ്റെ അച്ഛൻ പോലീസ് ഓഫീസർ, ചേട്ടൻ CID, നസീർ സാർ കൊള്ളസംഘത്തിൽ അകപ്പെട്ടു നോക്കുക, GK പിള്ളൻ്റെ കൊള്ളസംഘത്തിൽ. പിന്നെ ഇതിലെല്ലാം GK പിള്ളയാണ്, സീമാന്തപുത്രയിലും GK പിള്ളയാണ് പിന്നെ ശരിയായ പോക്കറ്റടിക്കാൻ. പിന്നെ എറണാകുളം ജംഗ്ഷൻ, അതിൽ നസീർ സാർ ഡബിൾ റോളിലാണ്. അതിൽ ഒരു നസീർ CIDയും ഒരു നസീർ കൊള്ളസംഘത്തിൽ, പിന്നെ ഒരു നസീർ അച്ഛനായിട്ട് ഡബിൾ റോൾ. പിന്നെ തീക്കളി നസീർ സാർ ഡബിൾ റോളാണ്. ഒരാൾ കൊള്ളസംഘത്തിലും പിന്നെ ഒരാൾ വർക്ക്ഷോപ്പാണ്. പിന്നെ ഒരു നസീർ സാറ് മല്ലനും മാധവനും 2 കള്ളന്മാരാണ്, നസീറും ഉമ്മറും. പിന്നീട് നല്ല ആളാകുന്ന ആദ്യം തുടക്കത്തിൽ ചെറിയ കളവ് നടത്തുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നസീർ സാറ് കള്ളനായിട്ടും പിന്നെ കൊള്ളസംഘത്തിൽ അകപ്പെട്ടു പോയ ആളായിട്ട് അഭിനയിച്ച പടങ്ങളാണ്. പക്ഷേ നസീർ സാറ് നായകനായിട്ട് അഭിനയിച്ച പടങ്ങളെന്നല്ല. കള്ളനും കൊള്ളക്കാരനായിട്ട് പോക്കറ്റടിക്കാരനായിട്ട് ഉള്ളത് സാധാരണ നായകന്മാരുണ്ടാവില്ലല്ലോ. പക്ഷെ നസീർ സാർ നായകനുമാണ് ഇങ്ങനെയുള്ള വേഷവും കൈകാര്യം ചെയ്തു. പിന്നീട് ക്ലൈമാക്സിൽ നസീർ സാർ നന്നാവും. അതുപോലെ രാജു റഹീമിൽ പിന്നെ കള്ളക്കടത്തുകാരനായി മാറുന്നു. ആദ്യം ടാക്സി ഡ്രൈവറാണ്. പിന്നെ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നസീർ കൊള്ളസംഘത്തിൽ GK പിള്ളൻ്റെ കൊള്ളസംഘത്തിൽ അങ്ങനെ പാവങ്ങളെല്ലാം സഹായിക്കും. അങ്ങനെയുള്ളൊരു കൊള്ളക്കാരൻ.